ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ 3 ദിവസത്തെ പ്രത്യേക സമ്മേളനത്തിന് വ്യാഴാഴ്ച തുടക്കമാകും. വനിതാ സംവരണ ബിൽ സംബന്ധിച്ച് ലോക്സഭയിലെയും രാജ്യസഭയിലെയും കക്ഷി നേതാക്കൾക്ക് കത്തയച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ശക്തം. തമിഴ്നാട്ടിലും പ്രചാരണ പരിപാടികൾ ഊർജിതമാക്കി രാഷ്ട്രീയ കക്ഷികൾ. പശ്ചിമേഷ്യൻ മേഖലയിൽ നിന്നും ഇന്ത്യയുടെ LPG കപ്പലായ ജഗ് വിക്രം സുരക്ഷിതമായി യാത്ര തുടരുന്നതായി കേന്ദ്ര സർക്കാർ. ഇസ്ലാമാബാദിൽ നടന്ന US ഇറാൻ സമാധാന ചർച്ച പരാജയപ്പെട്ടതായി US വൈസ് പ്രസിഡന്റ് JD വാൻസ്. വിദേശകാര്യമന്ത്രി S ജയശങ്കറിന്റെ UAE സന്ദർശനം തുടരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിൽ ഇന്ത്യൻ സമൂഹത്തിന്റെ സുരക്ഷ ഉറപ്പാക്കിയതിൽ UAE ഭരണകൂടത്തിന് നന്ദി അറിയിച്ച് വിദേശകാര്യമന്ത്രി. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെയും മുംബൈ ഇന്ത്യൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെയും നേരിടും. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ 3 ദിവസത്തെ പ്രത്യേക സമ്മേളനത്തിന് വ്യാഴാഴ്ച തുടക്കമാകും. സമ്മേളനത്തിന് മുന്നോടിയായി രാജ്യസഭ ലോക്സഭാ കക്ഷി നേതാക്കൾക്ക് വനിതാ സംവരണ ബിൽ സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കത്തയച്ചു. വനിതാ സംവരണ ബിൽ ഭേദഗതിക്ക് അംഗീകാരം നൽകാൻ എല്ലാ അംഗങ്ങളും ഒരുമിക്കണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. 2029 ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വനിതാ സംവരണം ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യം ശ്രീ മോദി കത്തിൽ എടുത്തു പറഞ്ഞു. ഈ മാസം 18 വരെയാണ് പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം ചേരുക. വനിതാ സംവരണ നിയമം നടപ്പാകുന്നതോടുകൂടി 273 വനിതാ സീറ്റുകൾ ഉൾപ്പെടെ ലോക്സഭാ സീറ്റുകൾ 816 ഉയരും. ഈ മാസം 16 മുതൽ 18 വരെ നടക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് ലോക്സഭയിലെയും രാജ്യസഭയിലെയും എല്ലാ അംഗങ്ങൾക്കും BJP 3 വരി വിപ്പ് പുറപ്പെടുവിച്ചു. ഹാജർ നിർബന്ധമാണെന്നും ഈ കാലയളവിൽ അവധി അനുവദിക്കില്ലെന്നും പാർട്ടി അറിയിച്ചു. പശ്ചിമബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ശക്തമാക്കി രാഷ്ട്രീയ കക്ഷികൾ. പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി അല്പസമയത്തിനകം സിലിഗുഡിയിലെ കവാഖാലിയിൽ പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യും. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സോണമുഖിയിലും നന്ദകുമാറിലും കാന്തി ധോക്കിണിലും റാലികളിൽ പങ്കെടുക്കും. തൃണമൂൽ കോൺഗ്രസിനു വേണ്ടി മുതിർന്ന നേതാവും മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി കിഴക്കൻ ബർധമാൻ, പടിഞ്ഞാറൻ ബർധമാൻ, ബംഗുര ജില്ലകളിലെ റാലികളിൽ സംസാരിക്കും. TMCയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി ഹൂഗ്ലിയിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ശ്രീ നരേന്ദ്രമോദി നാളെ വൈകുന്നേരം മേരാ ബൂത്ത് സബ്സെ മസ്ബൂത്ത് സംവാദ് പരിപാടിയിൽ BJP പ്രവർത്തകരുമായി സംവദിക്കും. തമിഴ്നാട്ടിൽ DMKയുടെ മോശം ഭരണം തുറന്നു കാട്ടിയത് അവിടുത്തെ BJP പ്രവർത്തകരാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അതേസമയം DMK നേതാവും മുഖ്യമന്ത്രിയുമായ MK സ്റ്റാലിൻ, TVK അധ്യക്ഷനും നടനുമായ വിജയ് എന്നിവരും പ്രചാരണ രംഗത്ത് സജീവമാണ്. കേരളം, പുതുച്ചേരി, അസം നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ആഗോള ശ്രദ്ധ ആകർഷിച്ചെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അന്താരാഷ്ട്ര തെരഞ്ഞെടുപ്പ് സന്ദർശന പരിപാടിയുടെ ഭാഗമായി 22 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലെത്തി പ്രക്രിയകൾ നേരിട്ട് വിലയിരുത്തി. വോട്ടെടുപ്പിന്റെ വ്യാപ്തിയും കൃത്യതയും ആവേശവും കണ്ടറിഞ്ഞതായി സംഘം പ്രതികരിച്ചു. മലപ്പുറം ജില്ലയിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ സീൽ ചെയ്ത് സൂക്ഷിച്ച സ്ട്രോങ് റൂമുകളുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്ന് ജില്ലാ ഇലക്ഷൻ ഓഫീസറായ കളക്ടർ വിനയ് ഗോയൽ അറിയിച്ചു. എല്ലാ വോട്ടിംഗ് യന്ത്രങ്ങളും പോളിംഗ് പൂർത്തിയായ ശേഷം സീൽ ചെയ്ത് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ മണ്ഡലങ്ങളുടെ സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിച്ചതായി അദ്ദേഹം പറഞ്ഞു. പൂർണ്ണമായ വീഡിയോഗ്രഫി, CCTV സംവിധാനങ്ങളോടുകൂടി കേന്ദ്ര സായുധ സേന ഉൾപ്പെടെയുള്ള ത്രിതല സുരക്ഷാ സംവിധാനത്തോടെയാണ് വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചതെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. രാജ്യത്തുടനീളമുള്ള ദേശീയപാത ടോൾ പ്ലാസകളിലെ എല്ലാ പണമിടപാടുകളും ഡിജിറ്റൽ സംവിധാനങ്ങളായ ഫാസ്ടാഗ് അല്ലെങ്കിൽ UPI വഴി മാത്രമാകുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി ഉപരിതല ഗതാഗത ദേശീയപാത മന്ത്രാലയം അറിയിച്ചു. തെരഞ്ഞെടുപ്പ് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ തമിഴ്നാട്, കേരളം, അസം, പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും ഈ മാറ്റം നടപ്പിലാക്കിയിട്ടില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ മേഖലയിൽ തുടരുന്ന ഇന്ത്യൻ കപ്പലുകളെയും നാവികരെയും സുരക്ഷിതരാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതായി തുറമുഖ ഷിപ്പിംഗ് ജലഗതാഗത മന്ത്രാലയം. ഇന്നലെ ഹോർമുസ് കടലെടുക്ക് കടന്ന ഇന്ത്യയുടെ LPG കപ്പലായ ജഗ് വിക്രം സുരക്ഷിതമായി യാത്ര തുടരുകയാണ്. വിശദാംശങ്ങളിലേക്ക്. ഏകദേശം 20,400 മെട്രിക് ടൺ LPG ചരക്കുകളും 24 നാവികരുമായി യാത്ര തുടരുന്ന ജഗ് വിക്രം ഈ മാസം 15-ന് മുംബൈയിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. രാജ്യത്തുടനീളം LPGയുടെ പൂഴ്ത്തിവയ്പും കരിഞ്ചന്തയും തടയുന്നതിനുള്ള പരിശോധനകൾ തുടരുകയാണെന്നും സർക്കാർ വ്യക്തമാക്കി.
കഴിഞ്ഞ ദിവസം 214 LPG വിതരണക്കാർക്ക് പിഴ ചുമത്തുകയും 55 ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. കൂടാതെ വളം നിർമ്മാണശാലകൾക്കുള്ള പ്രകൃതിവാതക വിഹിതം 5% കൂടി വർദ്ധിപ്പിച്ചതായി കേന്ദ്ര സർക്കാർ പറഞ്ഞു. മാർച്ച് മുതൽ ഏകദേശം 4.15 ലക്ഷം PNG കണക്ഷനുകൾ നൽകിയതായും 4.55 ലക്ഷം പേർ പുതിയ കണക്ഷന് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ UAE സന്ദർശനം തുടരുന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യങ്ങളും മേഖലയിലെ ഇന്ത്യൻ പൌരന്മാരുടെ സുരക്ഷയും സംബന്ധിച്ച് അബുദാബിയിൽ ശ്രീ ജയശങ്കർ ഉന്നതതല ചർച്ചകൾ നടത്തും. ഇന്നലെ അദ്ദേഹം UAE ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യൻ സമൂഹത്തിന്റെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുന്നതിൽ UAE സർക്കാർ നൽകുന്ന പിന്തുണയ്ക്ക് വിദേശകാര്യമന്ത്രി നന്ദി അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനായി ഇസ്ലാമാബാദിൽ നടന്ന US ഇറാൻ സമാധാന ചർച്ച പരാജയപ്പെട്ടതായി US വൈസ് പ്രസിഡന്റ് JD വാൻസ്. ഏകദേശം 21 മണിക്കൂർ നീണ്ട ചർച്ച ഒരു കരാറുമില്ലാതെ അവസാനിച്ചു. അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ ഇറാൻ അംഗീകരിക്കില്ലെന്നും അവസാന ശ്രമമെന്ന നിലയിൽ മികച്ച നിർദ്ദേശങ്ങൾ വീണ്ടും മുന്നോട്ട് വെച്ചതായും വാൻസ് പറഞ്ഞു. We've had a number of substantive discussions with the Iranians. That's the good news. The bad news is that we have not reached an agreement, and I think that's bad news for Iran much more than it's bad news for the United States of America. We go back to the United States having not come to an agreement. We've made very clear what our red lines are, what things we're willing to accommodate them on, and what things we're not willing to accommodate them on, and we've made that as clear as we possibly could, and they have chosen not to accept our terms. ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കപ്പെട്ടില്ലെന്നും സംഭാഷണം തുടരുമെന്നും ഇറാൻ ഭരണകൂടം പ്രസ്താവനയിൽ അറിയിച്ചു. പശ്ചിമേഷ്യയിൽ വെടിനിർത്തലിനുള്ള ശ്രമങ്ങൾ, അമേരിക്കയുടെ കൈവശമുള്ള ഇറാനിയൻ ആസ്തികൾ വിട്ടയക്കൽ, ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം തുടങ്ങിയവയാണ് പ്രധാനമായും ചർച്ചയായത്. അതേസമയം യുദ്ധത്തിൽ അമേരിക്ക ഇതിനകം വിജയിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചു. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും ഉൾച്ചേർത്തുകൊണ്ട് മാത്രമേ യഥാർത്ഥ വികസനം സാധ്യമാകൂവെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിൽ ട്രൈബൽ ഇന്ത്യ ത്രൂ ടെക്നോളജി ആൻഡ് സയൻസ് എന്ന ദേശീയ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിലെ ഗോത്രമേഖലകൾ ഹരിത സാമ്പത്തിക വികസനത്തിന് സുപ്രധാന സംഭാവനകൾ നൽകുന്നതായും ഉപരാഷ്ട്രപതി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രശസ്ത ഗായിക ആശാ ഭോസ്ലെ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. അണുബാധ അടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ദക്ഷിണ മുംബൈയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. 8 പതിറ്റാണ്ടിലേറെയുള്ള സംഗീത ജീവിതത്തിൽ ഗസലുകളും പ്രണയഗാനങ്ങളും ഉൾപ്പെടെ ആലപിച്ചുകൊണ്ട് ജനഹൃദയങ്ങളെ കീഴടക്കിയ ഗായികയാണ് ആശാ ഭോസ്ലെ. അംബേദ്കർ ജയന്തി ദിനമായ ഏപ്രിൽ 14-ന് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ലോക് ഭവനിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയെ അഭിസംബോധന ചെയ്യും. വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അധ്യക്ഷത വഹിക്കും. അന്നേ ദിവസം രാവിലെ നിയമസഭാ സമുച്ചയത്തിലെ അംബേദ്കർ പ്രതിമയിൽ ഡെപ്യൂട്ടി സ്പീക്കർ പുഷ്പാർച്ചന നടത്തും. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ലക്നൌ സൂപ്പർ ജയന്റ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെയും മുംബൈ ഇന്ത്യൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെയും നേരിടും. വൈകുന്നേരം 3:30-നും രാത്രി 7:30-നുമാണ് മത്സരങ്ങൾ. ISL ഫുട്ബോളിലും ഇന്ന് 2 മത്സരങ്ങൾ നടക്കും. വൈകുന്നേരം 5 മണിക്ക് നടക്കുന്ന മത്സരത്തിൽ ഇന്റർ കാശി മുഹമ്മദൻ SCയുമായി ഏറ്റുമുട്ടും. 7:30-ന് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് പഞ്ചാബിനെയും നേരിടും. ആന്ധ്രാപ്രദേശ്, തീരദേശ കർണാടക, ഗുജറാത്ത്, ഒഡീഷ, തമിഴ്നാട്, പുതുച്ചേരി, കാരയ്ക്കൽ എന്നിവിടങ്ങളിൽ ചൂട് തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. എന്നാൽ രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലകളിൽ അടുത്ത 2 ദിവസം ഇടിയോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ 3 ദിവസത്തെ പ്രത്യേക സമ്മേളനത്തിന് വ്യാഴാഴ്ച തുടക്കമാകും. വനിതാ സംവരണ ബിൽ സംബന്ധിച്ച് ലോക്സഭയിലെയും രാജ്യസഭയിലെയും കക്ഷി നേതാക്കൾക്ക് കത്തയച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ശക്തം. തമിഴ്നാട്ടിലും പ്രചാരണ പരിപാടികൾ ഊർജിതമാക്കി രാഷ്ട്രീയ കക്ഷികൾ. പശ്ചിമേഷ്യൻ മേഖലയിൽ നിന്നും ഇന്ത്യയുടെ LPG കപ്പലായ ജഗ് വിക്രം സുരക്ഷിതമായി യാത്ര തുടരുന്നതായി കേന്ദ്ര സർക്കാർ. ഇസ്ലാമാബാദിൽ നടന്ന US ഇറാൻ സമാധാന ചർച്ച പരാജയപ്പെട്ടതായി US വൈസ് പ്രസിഡന്റ് JD വാൻസ്. വിദേശകാര്യമന്ത്രി S ജയശങ്കറിന്റെ UAE സന്ദർശനം തുടരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിൽ ഇന്ത്യൻ സമൂഹത്തിന്റെ സുരക്ഷ ഉറപ്പാക്കിയതിൽ UAE ഭരണകൂടത്തിന് നന്ദി അറിയിച്ച് വിദേശകാര്യമന്ത്രി. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെയും മുംബൈ ഇന്ത്യൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.